വെൽക്കം ടു #Edges. എന്റെ പേര് എൽസ. സോ ഇത്രയും ദിവസം ഒരു വീഡിയോസ് ഒക്കെ കുറവായിരുന്നു എനിക്ക്, കാരണം ഞാൻ ബിസി ആയിരുന്നു. കുറച്ച് ഷോപ്പിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഇന്റർനെറ്റ് ടൈമിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ചെറിയൊരു എഡിറ്റിങ്ങോടുകൂടി ഞാൻ പബ്ലിഷ് ചെയ്യും. അപ്പം ഇന്നല്ല, ഞാനൊരു 2-3 വീക്സ് മുമ്പ്, 2-3 വീക്സ് ആണ്, 1 വീക്ക് ബാക്ക് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. പരിചയപ്പെട്ട് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു പരിചയപ്പെടലായിരുന്നു. ബിക്കോസ് കാർ കൊണ്ട് നിർത്തുന്നതിന് മുമ്പ് ആൾ കാറിൽ നിന്ന് എടുത്ത് ചാടുന്നു. ആൻഡ് ഭയങ്കര എനിക്കാണെങ്കിൽ ആക്ച്വലി ഞാൻ കടയിൽ ഇരുന്നിട്ട് കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി. ഓ മൈ ഗോഡ്, എന്താ ആൾ കാണിക്കുന്നതെന്ന് തന്നെ ഞെട്ടിപ്പോയി. കാർ നിർത്തുന്നതിന് ആൾ കാറിൽ ഇറങ്ങി കഴിഞ്ഞു. സോ അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്ക് ഞാൻ എന്തോ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. സോ ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല. അപ്പയൊക്കെ ഫ്രണ്ടിലുണ്ട്. സോ അപ്പയോട് എന്തൊക്കെയോ ചോദിക്കുന്നു, ഞങ്ങൾ മിണ്ടുന്നു. പിന്നെ ഭയങ്കര ഒരു വൈബ്, എന്താ പറയുക, എൻ്റെ അതേ മൈൻഡ് സെറ്റ് ഉള്ള ഒരാള്, എൻ്റെ അതേ ബോഡി ഉള്ള ഒരാള്. സോ രണ്ടുപേരും കൂടെ കൂടിയപ്പോഴേക്കും രണ്ടുപേർക്കും കൂടെ ഒരു ഐഡിയ തോന്നി. ബോഡി ഷേമിങ് ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബോഡി ഷേമിങ് എന്ന് പറയുന്നത്. അത് ഞങ്ങൾ രണ്ടുപേരും, ഞാൻ എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയും കൂടെ കൂടുമ്പോൾ, സോ ആക്ച്വലി ഷീസ് എൽഡർ ദാൻ മീ. സോ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടുമ്പോൾ അത് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സോ നിങ്ങൾ ഒരു യൂട്യൂബർ തന്നെയാണ്, ചേച്ചിയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. സോ ഞാൻ ചേച്ചിയെ വിളിക്കാം. ചേച്ചി ഹലോ, ഹായ് 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 ഹായ്. സോ ചേച്ചിയെ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഓക്കെ, സോ ഹലോ എവ്രി വൺ. നിങ്ങൾ പറഞ്ഞില്ലേ എന്നെ പോലെ ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, I look old. So yeah, hi, my name is Jay Jacob. My YouTube channel, the പേര് കോട്ടയം ഖലീഫയാണ്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അതിന്റെ കൊടുത്ത ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ കൊടുക്കാം. കാരണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നല്ല നല്ല വീഡിയോസ് ഉണ്ട്. അതിൽ പകരമായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി ചെക്ക് ചെയ്യണം. സത്യം പറയാതെ ഞാൻ യൂട്യൂബിൽ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ പോയി ആദ്യം ഇൻസ്റ്റാഗ്രാമിലാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ അമ്മയെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, അമ്മ ഭയങ്കര ഹൈ ലെവൽ ചേച്ചിയാണ്, ഭയങ്കര വൈബാണ്. ഓരോ വീഡിയോസ് ഒക്കെ നമ്മൾ വിചാരിക്കുന്നേക്കാളും വേറൊരു ലെവൽ വീഡിയോസ് ഒക്കെയാണ് ചേച്ചിയുടെ. So yeah guys, I don't know, this idea just came up like this. Let's start. ഞാൻ ചേച്ചിയോട് രണ്ടും ചോദിച്ചു, ചേച്ചി ഏതൊക്കെ വയസ്സോട് ബോഡി ഷേമിങ് അനുഭവിച്ചിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഓർമ്മ വെച്ച കാലം തൊട്ട് like I was say 5 years old, my brother was born. അപ്പം എൻ്റെ ബ്രദർ എന്നെക്കാളും ഭയങ്കര വലിയത്. ഓക്കെ. സോ ചെറുപ്പം തൊട്ടേ തെൽപ്പിലേക്ക്, അപ്പൊ എനിക്ക് നല്ല വണ്ണമുള്ളതുകൊണ്ട് എന്നോട് എല്ലാവരും പറയും, നീ നിന്റെ അനിയന്റെ പാലും എടുത്ത് കുടിക്കോ എന്ന് ചോദിക്കും. സോ ചെറുപ്പം തൊട്ടേ ഉണ്ട്. ഓക്കെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് കോളേജ് ടൈമിലും എഞ്ചിനീയറിംഗ് ചെയ്ത സമയത്ത് എല്ലാം ഈ ബോഡി ഷേമിങ് ഉള്ളതാണ്. സോ യു നോ വാട്ട്, ഈ ബോഡി ഷേമിങ് ചെയ്യുന്നവരും നെഗറ്റീവ് പറയുന്നവരും ഒക്കെ ഇപ്പം ഞാൻ അവരെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താ പറയാ, what do I say, they are just stuck. Okay, they're not even successful, they're just stuck in their life, they don't know what to do. So if people are trying to bully you, are trying to put you down, trust me, just don't bother looking at them. You just focus on your life and just go with the flow. Because ഈ പറയുന്ന ആൾക്കാര് ജീവിതത്തിൽ ഇപ്പോഴും നെട്ടോട് ഓടിക്കൊണ്ടിരിക്കും.
ഓക്കെ ആ. അതിങ്ങനെ കഴിച്ചാൽ വണ്ണം കുറയുമോ and all. I tried even that. പിന്നെ ഒരു 25 വയസ്സായപ്പോൾ like enough of this bullshit. I am happy, I am confident. പിന്നെ നിങ്ങളൊന്നും അല്ലല്ലോ എനിക്ക് വാങ്ങിച്ചിട്ടില്ല. ഞാൻ എന്റേത് വാങ്ങിച്ചില്ല ഞാൻ കഴിക്കുന്നത്. പോയി പണി നോക്കാൻ പറയാം. പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ I mean just 1 year before my marriage, I was 88 or something. അപ്പം ഞാൻ എനിക്ക് കുറച്ച് നല്ല ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാൻ സ്വിമ്മിങ്ങിന് പോകും, സാൽസ കളിക്കാൻ പോകും. അങ്ങനെ കുറച്ച് എൻ്റെ ആക്ടിവിറ്റീസ് കൂടുതലാണ്. സോ ലൈക്ക് ബൈ ദ ടൈം എൻ്റെ മാരേജ് ടൈം വന്നപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഐ റീച്ച് 72 kgs. പിന്നെ ഒരു 3 years നല്ല അടിച്ചു കൊടുക്കുകയാണ്. ബിക്കോസ് ഐ ഗോട്ട് ദിസ് അമേസിംഗ് ബോഡി ആൻഡ് ലൈക്ക് ഓ നോ മോർ ബോഡി ഷേവിംഗ് and all. And 3 years after I had a child, അപ്പം ഞാൻ 100 കിലോ എന്റെ മീറ്റർ 80 90 ഒന്നും നിന്നില്ല. 100 കിലോയിൽ പോയി നിർത്തി. ഞാൻ വീഡിയോ യൂട്യൂബ് ചാനൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കീറ്റോ ഡയറ്റിനെ കുറിച്ച് പറഞ്ഞുണ്ട്. ഹാവ് യു എവർ എക്സ്പീരിയൻസ് കീറ്റോ ഡയറ്റ്? Yeah, I did try keto. Trust me, do not ever try keto. അത് നമുക്ക് പറ്റിയതല്ല. കാരണം നമ്മൾ Indians know we like eating rice and something made of rice, idli, dosa. പക്ഷേ കീറ്റോ എടുക്കാൻ ചിലവർക്ക് ഇഷ്ടമാണ്. ഓക്കെ, റൈസ് അവോയ്ഡ് ചെയ്യാൻ താല്പര്യമാണ്. എനിക്ക് റൈസ് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഇത് നമ്മുടെ സീരിയൽസ്, ചപ്പാത്തി അതൊക്കെ തിന്നാൻ ഇഷ്ടം. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. അങ്ങനെ ഫുൾ അവോയ്ഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എടുക്കുന്നതിൽ നോ പ്രോബ്ലം. Yeah, they can take it, but it's a pain. ഒരു എന്താ പറയാ, ഞാനൊരു എനിക്ക് ഏറ്റവും പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഈ റൈപ്പ് മാംഗോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ സീസണിൽ അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. സോ ഞാൻ ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ചത് ആ ടൈമിൽ. ഞാൻ എടുത്ത ഡയറ്റിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യണം. സോ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വീട് ചുറ്റും മാംഗോ ട്രീസ് ഉള്ളതാണ്. സോ ഓരോ മാങ്ങ വീഴുമ്പോഴും എന്റെ നെഞ്ചിൻ അകത്ത് എന്തോ കല്ല് വീഴുന്നവരാണ്. സോ എനിക്ക് തിന്നാൻ പറ്റുന്നില്ല. എന്റെ അമ്മയാണെങ്കിൽ ഭയങ്കര ഇതാണ്. കാരണം അമ്മ വന്നിട്ട് ഇത് നല്ല ടേസ്റ്റാണ് തിന്നുന്നത്. അമ്മ എന്റെ മുന്നിൽ ഇരുന്ന് തിന്നു. സോ 1 week എങ്ങനെയും കൺട്രോൾ ചെയ്ത് പിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ ആവുമെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർ ഒരിക്കലും കീറ്റോ ട്രൈ ചെയ്യില്ല. അങ്ങനെയുള്ളവർക്ക് പറ്റിയത് ഇന്റർനെറ്റ് ഡയറ്റാണ്. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. Yeah, I mean keto, if you're like really motivated and you really want to do it, വേറെ വീട്ടിൽ പണിയൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ you can do keto. കാരണം keto has a specific diet only. You just can have proteins and fat. So that includes chicken, fish, egg, beef, cheese, beef, butter, everything with butter. So our diet is good for a week. It's good. So second week now, it will start hitting you back, and you will just miss. You will crave for 1 grain of rice. ഒരു മണി ചോറ് വേണ്ടി അവിടെ എന്റെ കെട്ടിയോ എന്ത് തിന്നു വരുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇത് എന്നെ കാണുന്നത് പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ബിരിയാണി ഫ്രൈഡ് റൈസ് ഭയങ്കര എനിക്ക് ബിരിയാണി പണ്ട് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ന്യൂഡിൽസ് ആയിരുന്നു ഇഷ്ടം. ന്യൂഡിൽസിനേക്കാളും എനിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ട് മെനു അവരിപ്പം ചിലപ്പം മെനു അവർ തരുന്നില്ലല്ലോ. അവർ വന്ന് പറയുവാണ്. സോ ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ ഞാൻ അതിലേക്ക് വീണ് പോകും. സോ എനിക്ക് ബിരിയാണി തന്നെ വേണം. അത്രയ്ക്ക് എന്താ പറയുക, ഭയങ്കര കൊതിയുള്ളൊരു സാധനം. അങ്ങനെ ഇരിക്കുന്ന ഞാൻ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഞാൻ തിന്നാതെ ഞാൻ അവർ തിന്നുന്നത് നോക്കിക്കോട്ടോ. അത് കഴിയുമ്പോൾ പറഞ്ഞു നോക്കി ഞങ്ങൾ ഇനിയും ബിരിയാണി ഉണ്ടാക്കും. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് വേണ്ടി അവർ കഴിക്കാതിരിക്കുക, ബിരിയാണി കഴിക്കാതിരിക്കുന്നു. അവരുടെ ഇഷ്ടപ്പെട്ട ഫുഡ്സ് എല്ലാം അവർ അവോയ്ഡ് ചെയ്യുന്നതിനേക്കാളും വരും. നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഡയറ്റ് എടുക്കണം, ചേച്ചി പറഞ്ഞ ഡയറ്റ് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ മാത്രമേ അത് ട്രൈ ചെയ്യാവുള്ളൂ. ഒത്തിരി മനക്കട്ടി വേണം. അതെ, അത് റിമിറ്റോമിയുടെ ഒത്തിരി സ്ലിമായിട്ട്. സോ അവളുടെ ഒരു വനിതയിൽ അവർ കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് അവൾ കീറ്റോ എടുത്തു. പക്ഷെ അവൾക്ക് ഒരു 2-3 months അവൾക്കത് മടുത്തു. കാരണം നമ്മൾ ചീസ് ഒത്തിരി തിന്നുക, എന്താ പറയുക, അരക്കാത്ത ജ്യൂസ് കുടിക്കുക, അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇവിടുത്തെ ക്ലൈമറ്റിൽ പറ്റാത്തില്ല. ബെസ്റ്റ് തിങ് ഈസ് let me talk about myself. Like 6 months back I was 112. Okay. Now I am 98. So losing weight takes time. ഇന്നാ പിടിയെന്ന് പറഞ്ഞ ഒരു വേഗം ആരും എവിടെയും കാണുന്നില്ല.
ചപ്പാത്തി ഇൻ ദ നൈറ്റ്. പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല, പഞ്ചസാര ഒത്തിരി യൂസ് ചെയ്യാതായിട്ട് പകരം ഹണി യൂസ് ചെയ്യാം. ഗ്രീൻ ടീ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഗ്രീൻ ടീ ഒത്തിരി കുറിച്ച് നമ്മുടെ ലേഡീസിന്റെ യൂട്രസിന്റെ അവിടെ ഒരു ഗ്രീൻ ഇത് വരും. അത് നമ്മുടെ നമുക്കിപ്പോ നമ്മൾ കല്യാണം കഴിച്ച് ഞങ്ങളെപ്പോലെയുള്ള ചേച്ചിയുടെ കെട്ടിയതാണ്, ചേച്ചിയുടെ കുഞ്ഞാവുണ്ട്. ഞങ്ങളെപ്പോലെ ഉള്ള യങ് ഗേൾസിന് അത് കുറിച്ച് കഴിയുമ്പോഴേക്ക് പ്രഗ്നന്റ് ആകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ചൈന അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ബോഡി ടൈപ്പും വേറൊരു ടൈപ്പാണ്, നമ്മളെപ്പോലെ അല്ല. ഗ്രീൻ ടീക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോ തൊട്ടാണ്, ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം വന്നപ്പോ തൊട്ടാണ് ഈ ഗ്രീൻ ടീയുടെ വന്നത്. 10 വർഷം മുമ്പ് ഡിഡ് യു നോ അബൌട്ട് ഗ്രീൻ ടീ? ഐ നെവർ ന്യൂ അബൌട്ട് ഗ്രീൻ ടീ. അതല്ലാതെ വേറൊരു പോയിന്റ്, നമ്മുടെ അമ്മച്ചി, എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ 108 വയസ്സ് വരെ ഉണ്ടായിരുന്നു. എന്റെ മമ്മിയുടെ ഫാദർ എന്നുവെച്ചാൽ എന്റെ അപ്പച്ചൻ, ഹീസ് 91 years old. He's not drinking green tea. He's absolutely fit and fine, right? So ഈ green tea കുടിച്ചു വണ്ണം കുറയ്ക്കും, green tea is good for detox. That's all bullshit I say. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈന, ജാപ്പനീസ്, കാരണം അവിടുത്തെ ക്ലൈമറ്റ് വേറെ തണുപ്പാണ്. അവരുടെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഈ ചൈനയിലെ കുറച്ച് പേരുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവരവിടെ എക്സസൈസിന്റെ ഉണ്ട്. ഞാനിപ്പം എന്റെ എക്സസൈസിന്റെ വീഡിയോസിൽ ഞാൻ ആദ്യം അവർക്ക് ഇങ്ങനെ ഞാൻ എക്സസൈസിനെ ഞാൻ ഘട്ടം ഘട്ടമായി തിരിച്ചിട്ടാണ് ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഫസ്റ്റ് വൺ ഈസ് ഫോർ ബിഗിനേഴ്സ്, സെക്കൻഡ് വൺ ഈസ് ഫോർ ഇന്റർമീഡിയറ്റ്, ദെൻ എക്സ്പേർട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ആക്കിയത്. സോ ഈ ബിഗിനേഴ്സിൽ ഞാൻ അവരുടെ കണ്ടത്. സോ ഈ എക്സസൈസ് കാണിക്കുന്ന അവർ പോലും നല്ല സ്ലിം ആയിട്ടുള്ളവരാണ്. സോ അവരുടെ ബോഡിക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ വെച്ച് നമുക്ക് അത് കൊള്ളുകയല്ല, നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഈ നാട്ടില് ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ചൂട് വെള്ളം, അല്ലെ നല്ല കട്ടൻ കാപ്പി, ചില പഞ്ചസാര ഒക്കെ ആക്കാം, കുഴപ്പമില്ല. So it's all how we have, our diet on a particular, what you just keep a timetable. Like 2 ചപ്പാത്തി, 2 ദോശ, എത്ര വേണമെങ്കിലും ചൂടുവെള്ളം കുടിച്ചാൽ അത് അത്രയും നല്ലതാണ്. വണ്ണവും കുറയും, your digestive system gets cleared, unwanted fats, ഇതെല്ലാം ചൂടുവെള്ളത്തിൽ നമുക്ക് പോകും. ഗ്രീൻ ടീ അല്ല, ഗ്രീൻ ടീ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കാര്യത്തിൽ ഒരു 1 year നമ്മളിപ്പം നല്ലപോലെ ഡയറ്റിൽ വേണ്ട 6 months. ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് ഞാൻ 6 months നല്ലപോലെ കഷ്ടപ്പെട്ടു. 6 months കഷ്ടപ്പെട്ടു എനിക്ക് 10 kgs കുറയ്ക്കാൻ പറ്റി. സോ ഞാൻ ഷുഗർ അവോയ്ഡ് ചെയ്തു. എനിക്ക് കേക്ക്, ഐസ്ക്രീം, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞു. ബിസ്ക്കറ്റിനൊക്കെ ഈ 3 items ഭയങ്കര കൊതിയുള്ളതാണ്. സോ ഞാൻ ഈ 3 items ഞാൻ 6 monthsലേക്ക് ഫുള്ളി അവോയ്ഡ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ 76 എന്നുള്ള ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അത് ഞാൻ ഇപ്പം ഞാൻ സ്വീറ്റ്സ് തിന്നും, എല്ലാം തിന്നും. ഞാൻ എനിക്ക് ഇന്ന് 10 ദിവസം ഡയറ്റ് എടുത്താൽ 11th day ഞാൻ ചീറ്റ് ചെയ്തിരിക്കും. അത് ഷുഗർ ആണ്. കാരണം വെച്ചാൽ എന്റെ മൈൻഡ് ആ സെറ്റിലേക്ക് ആയി. കാരണം കണ്ടിന്യൂസ് എക്സസൈസ്, ഞാൻ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യില്ല. 2 hours ഞാൻ എക്സസൈസ് ചെയ്യും. രാവിലെ എഴുന്നേറ്റ് 2 hours എനിക്ക് എക്സസൈസ് ചെയ്താലേ സന്തോഷം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഹാപ്പി അല്ല ഇതില്. കാരണം മനസ്സിൽ തന്നെ എന്തോ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരും. സോ നിങ്ങൾ ഗ്രീൻ ടീയോ അല്ലാതെ ഒരു കുറുക്കുവഴി, ഇപ്പൊ നമ്മുടെ യൂട്യൂബിൽ തുറന്നാൽ തന്നെ കുറുക്കുവഴികൾ ഇഷ്ടം പോലെ 5 minutes you will get flat. 5 minutesനേക്കാളും 1 week കൊണ്ട് 4 kgs കുറയ്ക്കുന്നുണ്ട്. അതെല്ലാം stupidity. അത് ഒത്തിരി നല്ല നല്ല ആൾക്കാരെ ചോദിക്കുന്നുണ്ട്. അവർക്കൊന്ന് തെളിയിച്ച് കാണിക്കാവോ 4 week കൊണ്ട് 1 kg അല്ലെങ്കിൽ 5 kg കുറയ്ക്കുമെന്ന് പറയാൻ അതെങ്ങനെയാ പോസിബിൾ ആണ്? നമുക്ക് ആരും ശ്രമിച്ചാലും പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം കളിപ്പീരാന്ന് ഞാൻ പറയത്തില്ല. ഇറ്റ്സ് ഓൾ ആൻ എന്റർടൈൻമെന്റ്. ഇതെല്ലാം വിശ്വസിക്കാൻ നടക്കും. ഇതിന് ഏറ്റവും എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങൾ ഓൺലൈനിൽ ഒരു എന്താ പറയുക ഒരു ഫ്ലവർ നഴ്സറി മലപ്പുറത്തുള്ളത് കണ്ടു. ഓക്കെ, അമ്മയും അപ്പയും കൂടെയാണ് കണ്ടത്. സോ അവിടെ അവരുടെ നമ്പർ കൊടുത്തു. അവർ പറഞ്ഞത് ഏത് ടൈപ്പ് ഫ്ലവേഴ്സ് ആണെങ്കിലും അവരത് കൊച്ചു പാക്കറ്റിലുണ്ട്, അത് അവർ ഇങ്ങോട്ട് അയക്കും. കേരളത്തിന്റെ ഏത് ഭാഗത്തിലേക്കും അവർ അയക്കും. സോ യൂട്യൂബർ സ്റ്റേജിന്റെ അപ്പം അയക്കും, എന്താ പറയുക, കൊണ്ട് തരുകയൊക്കെ ചെയ്തു. സോ അപ്പൊ ഞങ്ങൾ ആ നമ്പർ കണ്ടിട്ട് നോക്കി സുഖമല്ല, നമുക്ക് എവിടെയും പോകണ്ട, നല്ല നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് അത് സുഖമായി എന്ന് വെച്ചാൽ ഞങ്ങൾ വിളിച്ചപ്പോൾ അവരുടെ ഇല്ല, ഞങ്ങൾ അങ്ങനെ കൊടുക്കില്ല. മനസ്സിലായല്ലോ? അപ്പൊ എന്തുമാത്രം ആത്മാർത്ഥതയോടെ ആ വീഡിയോ കാണുന്ന കേരളത്തിന്റെ വേൾഡ് വൈഡ് ഉള്ളവര് അവര് വിളിച്ചു വയ്ക്കുമ്പോഴേക്കും ആ സ്ത്രീ അവിടെ പറയും സോ നോ പറ്റുമല്ല. അതുപോലെ തന്നെയാണ് ഒത്തിരി പറയുന്നത് 1 week കൊണ്ട് 5 kgs കുറയും.
10 kgs കുറയും അല്ലെങ്കിൽ 1 month കൊണ്ട് കുറയും, ഒരിക്കലും ഇല്ല. നമ്മൾ എഫോർട്ട് എടുത്ത് ഒരു 6 months 7 months അല്ലെങ്കിൽ 1 year എങ്കിലും കഷ്ടപ്പെട്ടാലേ നമുക്ക് അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് റിമി ടോമി. പുള്ളിക്കാരി ഒത്തിരി ഡയറ്റ് ഒത്തിരി ഇത് പുള്ളിക്കാരി 2012 പുള്ളിക്കാരി ശ്രമിച്ച പുള്ളിക്കാരിക്ക് ഒരു 2-3 years കൊണ്ടാണ് കുറഞ്ഞെന്നുള്ളത് പുള്ളിക്കാരി ഇത്തവണത്തെ വനിതയ്ക്കകത്ത് എത്തിയിട്ടുണ്ട്. സോ ഞാൻ അത് എനിക്കത് വായിക്കണമെന്ന് ഇഷ്ടം. എന്റെ എന്താ പറയാ ഇൻസ്പയറിംഗിൽ ഒരാളാണ് പുള്ളിക്കാരി. കാരണം നല്ല ഫാറ്റി ഗേൾ ആയിരുന്നു. അതിൽ നിന്ന് റിമി ചേച്ചി ഇപ്പൊ നല്ലപോലെ മെലിഞ്ഞു. ഭയങ്കര ഒരു എന്താ പറയാ കാണുന്നവർക്കാണെങ്കിലും ആ ചേച്ചിയെ മോഡലാക്കി വെച്ച് കഴിഞ്ഞാൽ ഷുവർ ആണ് നമുക്ക് ആ കുറയ്ക്കാൻ പറ്റും വെയിറ്റ് ലോസ്. That's what, like, it should be slow and steady. Haven't you heard slow and steady wins the race? ഇങ്ങനെ കുറുക്കു വഴി 5 minute കൊണ്ട് ഇത് ചെയ്യാം, ഒരാഴ്ച കൊണ്ട് ചെയ്യാം, nothing. You just be persistent, do the things whatever you do. I'm not saying like completely ഒന്നും ഇത് തിന്നണ്ട അത് തിന്നണ്ട പഞ്ചസാര തിന്നണ്ട അങ്ങനെ നിങ്ങൾക്ക് cheat day ആക്കാം. You can keep a cheat day every week if you want. You can keep a cheat day every month if you want. But then, you know, it's how you treat yourself. You just have to be a little happy. Do whatever you like doing. Be persistent. Do a little bit of exercise. Trust me. And if you continue doing this for a year, ഒരു വർഷത്തിനുള്ളിൽ മിനിമം 10 kg നിങ്ങളുടെ കുറയും. നിങ്ങൾ നല്ലപോലെ ശ്രമിച്ച ഒരു ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച 6 months അല്ലെങ്കിൽ 7 months നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിന്റെ പാതി വഴിയിൽ എത്താൻ പറ്റും. പിന്നെ ബാക്കിയുള്ള പാതി നമുക്ക് ഇതേപോലെ തന്നെ ശ്രമിച്ചാൽ മതി. ചിലപ്പം ആ ഒരു 6 months നമുക്ക് ചീറ്റ് ഡേയ്സ് പറ്റത്തില്ലായിരിക്കും. വേണ്ട, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ് എത്തുന്നത്. കാരണം നമ്മളെ ബോഡി ഷേമിങ് ചെയ്യുന്നവരുടെ മുന്നിൽ ഓക്കെ ഞാൻ വിൻ ചെയ്തു, എനിക്ക് നിങ്ങൾക്ക് ഇനി എന്നെ ബോഡി ഷേം ചെയ്യാനുള്ള അവകാശമില്ല. കാരണം ഞാനിപ്പം അത്രയ്ക്ക് ഫാറ്റ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ചിലവരുടെ കുഴപ്പം എന്താണെന്ന് അറിയാം, ബോഡി ഷേമിങ് ചെയ്യുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവലും. എന്നെ പോലെയുള്ളവർക്ക് അതൊരു വലിയ പ്രശ്നമാണ്. കാരണം വെച്ചാൽ എന്നെ ഒരാൾ പെട്ടെന്ന് വന്ന് കളിയാക്കുമ്പോൾ ഒരു 10th വരെ എന്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നെ ഒരാൾ കളിയാക്കി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. ഞാൻ ക്രൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അത്രയ്ക്ക് ഡൗൺ ആകും. സോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കോളേജ് +1 +2 ഒരു സ്കൂൾ ഗേൾസ് സ്കൂളായിരുന്നു. അതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലത്തെ വണ്ണമുള്ളവരുണ്ട്, മെലിഞ്ഞവരുണ്ട്. സോ അവിടെ കളിയാക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഞങ്ങൾക്ക് വേറെ വേറെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ വഴക്ക്, അടി. ഗേൾസ് സ്കൂൾ അറിയാമല്ലോ, ഈഗോസ് ആണ് മെയിൻ പ്രശ്നം. അങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ പോയി അല്ലാതെ നമുക്ക് കളിയാക്കാനുള്ള സമയം അവിടെ ആർക്കും ഇല്ല. എന്നാൽ ഞാൻ കോളേജിൽ വന്നപ്പോഴേക്ക് നമുക്ക് കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ 2 years കോൺവെന്റ് സ്കൂളിലാണ്. കോൺവെന്റ് അല്ല, 2 years ഗേൾസ് സ്കൂൾ. 11th 12th ഞാനും ബോഡി ഷേവിങ് ഇല്ല, ഞാൻ 11th 12th നോ പ്രോബ്ലം ആയിരുന്നു. പക്ഷെ കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി 12th കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ഗ്യാപ്പ് കിട്ടും വീട്ടിൽ ഇരിക്കാറ്. സോ എനിക്ക് എക്സ്ട്രാ ടൈം കിട്ടുന്ന പോലെ നല്ലപോലെ ഗ്യാപ്പ് കിട്ടി. കാരണം എന്താ വെച്ചാൽ അങ്ങനെ എന്തോ ഒരു വെള്ളപ്പൊക്കവും സംഭവങ്ങളൊക്കെ വന്ന് എനിക്ക് നല്ല ഗ്യാപ്പ് കിട്ടി. നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കും. ഇപ്പൊ എനിക്ക് വണ്ണം വെച്ചു. ഇത് കോളേജിൽ ചെന്ന് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഫ്രണ്ട്സ് ആകും. സോ ബോയ്സും കാണും ഗേൾസും കാണും ഫ്രണ്ട്സ്. സോ എല്ലാവരും കളിയാക്കുമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്നാണ് ഒരു കാര്യം പഠിച്ചത്, ചിരിച്ചോണ്ട് നമ്മൾ നിന്ന് കൊടുത്താൽ ഓക്കെ അവർ കുറച്ചേരം അവർ കളിയാക്കും. നമ്മൾ എത്ര അവർ കളിയാക്കി നമ്മൾ ഡൗൺ ആണെന്ന് കാണിക്കുമ്പോൾ അവർ വീണ്ടും കളിയാക്കും. എന്നെ ഇപ്പൊ ഒരാൾ വന്ന് എന്റെ ഒരു സീനിയർ ബ്രദർ ഉണ്ട്, പുള്ളി എന്നെ എപ്പോഴും കളിയാക്കും. ഓക്കെ ഞാനെപ്പോഴും ഞാൻ ചിരിച്ചോണ്ട് ഇങ്ങനെ ഓക്കെ ചിരിച്ചോണ്ട് നിൽക്കും. ഞാൻ എന്നാലും പറയും ചേട്ടാ കളിയാക്കില് എനിക്ക് ഒത്തിരി ഓവർ കോൺഫിഡൻസ് ഇല്ല, ഞാൻ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യത കളിയാക്കി. പക്ഷെ എന്നാലും പുള്ളി എന്നെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. സോ ഞാൻ എന്റെ ഫസ്റ്റ് എക്സസൈസ് വീഡിയോ കഴിഞ്ഞു പുള്ളി എന്നെ വിളിച്ചു. പുള്ളി എന്നോട് ഇങ്ങനെ കുറെ സംസാരിച്ചു. അന്ന് കളിയാക്കിയെങ്കിലും നീ ഇപ്പൊ ഒത്തിരി ചേഞ്ച് ആയെന്ന് പറഞ്ഞ ആ ആൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് സോ ഹാപ്പി. കാരണം എന്നെ കളിയാക്കി ഒരാൾക്ക് മനസ്സിലായി, ആൾ എന്നെ വിളിച്ചപ്പം സോ ഹാപ്പി. അങ്ങനെ ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. എനിക്ക് അവരൊക്കെ എന്നെ വിളിക്കണം എന്നില്ല, പക്ഷെ അവരുടെ മുന്നിൽ ഒന്ന് ജയിച്ച് കാണിക്കണം എന്നേ ഉള്ളൂ. നമുക്ക് വണ്ണം കുറയണം എന്നുള്ളതാണ്. ഈ വണ്ണം ഉള്ളവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം വെക്കണം. അവരെ അങ്ങനെയായിരിക്കും കളിയാക്കുന്നത്. പൊക്കം ഇല്ലാത്തവരെ പൊക്കമില്ല എന്ന് പറഞ്ഞ് കളിയാക്കി, പൊക്കം ഉള്ളവരെ പൊക്കം കളിയാക്കുന്നവരെ ലൈഫ് ലോങ്. I am 30 years old. എന്നെ ഇപ്പോഴും ആൾക്കാർ കളിയാക്കും. എന്നെ ഇപ്പോഴും എന്റെ മമ്മി പപ്പ എന്നെ വഴക്ക് പറയും. സോ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ച് വിഷമിച്ച് നമ്മുടെ നല്ല സമയമാ പോകുന്നത്. Just be happy, man. Just ഈ പറയുന്ന ആൾക്കാരോടൊപ്പം പോയി പണി നോക്കാം. You just be happy in your life and that's all it matters. Trust me. ഇവര് എന്ത് പറഞ്ഞാലും നമുക്ക് എഫക്ട് ആവാനേ പാടില്ല. എന്റെ അമ്മച്ചി പറയാറുണ്ട്, you should be like you should how do I say, you
not like our elephant bad. Saying the attitude of an elephant. Elephant ഇങ്ങനെ പതുക്കെ നടക്കും. ഏത് പുലി വന്ന് കുറച്ചാലും ആ വലിയ ചെവിയൊക്കെ ആയിട്ട് ഓൾ കൂൾ. പക്ഷെ ഈ എലിഫന്റിന്റെയും ഒരു പേഷ്യൻസ് ലെവൽ ഉണ്ട്. ഈ എലിഫന്റിനും ഒരു മതയിളക്കും. ഈ കളിയാക്കുന്നവരുടെ വിചാരം, ഞാനത് എന്റെ എല്ലാ വീഡിയോസിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് അവരുടെ വിചാരം ഓക്കെ ദേ ആർ ബ്യൂട്ടിഫുൾ, ദേ ആർ ലുക്കിംഗ് പെർഫെക്റ്റ്. ഈ പറയുന്ന ആൾക്കാര് വാട്ട് മാൻ, നിങ്ങൾ have you seen yourself in the mirror? Please clean your mirror, see yourself and then go bully others, okay? ഇത് പറയുന്ന ആൾക്കാര് ഓ ജേസ് എനിക്ക് ഭയങ്കര വണ്ണോ, ജേസ് എനിക്ക് ഭയങ്കര ഹൈറ്റാണോ പറയുന്നത് ഈ മെലിഞ്ഞ് തൊലിഞ്ഞിരിക്കുന്ന. പക്ഷെ നമ്മൾ ഒരിക്കലും വന്നിട്ടോ നീ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്നിരിക്കുക നമ്മൾ ഒരിക്കലും നമ്മൾ പറയത്തില്ല. വണ്ണമുള്ളവർ ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ മതി. വണ്ണമുള്ള മനുഷ്യർ ഒരിക്കലും വേറൊരാളെ പോയി കളിയാക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവര് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. കാരണം അവര് വണ്ണമുള്ളപ്പോഴാണെങ്കിലും മെലിഞ്ഞിരിക്കുമ്പോഴാണെങ്കിൽ പോലും അവർ എന്തുമാത്രം ആ വണ്ണം ഉണ്ടായിരുന്ന സമയത്ത് അവര് എന്താ പറയാ അവരെ അത് എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം. കാരണം വെച്ചാൽ ചിലപ്പം അവർക്കത് കരയത്ത് നിങ്ങളുടെ മുന്നിൽ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നവര് രാത്രി വേണേ അവർ മുറിയിൽ ഇരുന്ന് തന്നെ കരയുന്നുണ്ട്. അതിലൊക്കെ എന്നെ എന്തിനാ അവർ ഇത്രയും കളിയാക്കുന്ന വൈ. എനിക്ക് എന്റെ ഫാമിലി കസിൻസിൽ നിന്ന് തന്നെ അങ്ങനത്തെ അനുഭവം ഉണ്ടായി. കസിൻസ് തന്നെ കളിയാക്കിയിട്ടുണ്ട്. സോ ചില സമയങ്ങളിൽ എനിക്ക് ദേഷ്യം വരും, ചില സമയത്ത് ഞാൻ അവരുടെ മുന്നിൽ ഇരുന്ന് കരയും. സോ കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് ഓക്കെ ദേ വിൽ കം ബാക്ക്, ഓക്കെ കുഴപ്പമില്ല എന്ന് പറയും. ചിലവരുണ്ട് ഭയങ്കരമായിട്ട് കളിയാക്കും, ദേ വിൽ ലീവ് ആൻഡ് പിന്നെ അവർ വന്ന് അടുത്ത ദിവസം വന്നിട്ട് സെയിം ഇത് തന്നെ കളിയാക്കും. പക്ഷെ ഞാനിപ്പോ അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ സ്ലിം ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് സ്ലിം ആകാൻ പറ്റും. സ്ലിം ആയി കാണിച്ചാൽ ഞാൻ വിജയിച്ചു എന്നുള്ളൊരു ഇതല്ലേ വരത്തുള്ളൂ. അതാണ് ഞാൻ എന്റെ വ്യൂസിനോട് പറയുന്നത്. ഞാൻ ആ എക്സസൈസിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരാൾ എന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് അതൊരു വലിയ വിജയം, എന്റെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരാൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. സോ ആ കൊച്ചിനോട് പറഞ്ഞു നോക്കി ചേച്ചി എനിക്കും കാണിച്ചു കൊടുക്കണം, എന്നെ കളിയാക്കുന്നവർക്ക് മുന്നിൽ നോക്കി എനിക്കും മെലിയാൻ കഴിയും. സോ ഈ എല്ലാരും പറയുന്ന വണ്ണമുള്ളവർ പെർമനന്റ്ലി വണ്ണമുള്ളവരായിട്ട് തന്നെ ഇരിക്കും, ഒരിക്കലും ഒരു മെലിയല്ല. ഞങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് പറ്റും. ഇപ്പൊ ഞാനൊന്ന് ശ്രമിച്ചാൽ എന്നെ കൊണ്ട് ഒരു 70 പോകാൻ പറ്റും. പക്ഷെ എന്റെ മമ്മി പറയും എടി രാവിലെ എനിക്ക് ഓൾറെഡി പക്ഷെ ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്. ചിലപ്പം 1 മാസത്തിൽ 1 kg ആയിരിക്കും, അല്ലെ 1/2 kilo ആയിരിക്കും. പക്ഷെ മോം പിന്നെ ഇല്ല നീ ഇപ്പൊ കൊറോണ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നീ ഇച്ചിരി വണ്ണം കുറഞ്ഞിട്ട് നീ പോ. എനിക്ക് മനസ്സ് വെച്ചാൽ എന്റെ ഇപ്പം കുറയും. പക്ഷെ ഐ ബി ആസ്കിങ് മൈ മോം ലിസൺ, എന്റെ കല്യാണം കഴിഞ്ഞ എനിക്കൊരു കൊച്ചു എന്നെ ഇനി ആരാ നോക്കാം. അത് അങ്ങനെയാണ്. ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ വേറെ ചെയ്യുന്ന ഡ്രസ്സിൽ വരെ കളിയാക്കും. ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴേക്കും അത് മെയിൻലി ഫ്രണ്ട്സ് ഫാമിലി അവരെയൊക്കെ വിട്ടിട്ട് നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ പോയിട്ടൊരു ഡ്രസ്സ് ഇട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ വേറെ സൽവാർ അത് ഇച്ചിരി ടൈറ്റ് ആയാലും നോക്കാൻ ആൾക്കാരുണ്ടോ വണ്ണം വെച്ചിട്ട് അവര് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടേക്കുക എന്നാ വൃത്തികേടാ. ഞാൻ ചോദിക്കുന്നത് അത് എന്റെ കംഫർട്ടബിൾ സോണാണ്, അത് എനിക്ക് ടൈറ്റ് അല്ല. പക്ഷെ അതിട്ടാലേ എനിക്ക് സുഖമായിട്ട് നടക്കാൻ തോന്നുന്നുള്ളൂ. അതെന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ബൾക്കില്ലേ, എന്റെ കസിൻസ് ഒക്കെ കുർത്തി ഇടുമ്പോ എന്റെ മമ്മി പറയും അവര് എന്താ പറഞ്ഞ ഓടുന്നു ഷോൾ ഇടുമ്പോ അവർ ഷോൾ എടുത്തില്ല. ഞാൻ അവരെ പോലെയല്ല, ഞാനും എടുത്തില്ല. നീ ഷോൾ ഇട്, നിനക്ക് വണ്ണമുണ്ട്, നീ ഷോൾ ഇട്. ഞാൻ ഷോൾ എടുത്തില്ല. ദിസ് ഇസ് വാട്ട് ഐ ആം കംഫർട്ടബിൾ വിത്ത്. അത് പേരൻസ് പോട്ടെ ഫാമിലി പോട്ടെ ഓക്കെ അതൊക്കെ കിട്ടിയത്. പക്ഷെ ഔട്ട്സൈഡ് നമ്മളെ ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ നിന്നിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവരുടെ ഒരു നോട്ടമുണ്ട്. സംടൈംസ് അത് കാണാൻ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ആ ഡ്രസ് ഇപ്പൊ ചിലർക്ക് അങ്ങനത്തെ കോൺഫിഡൻസ് ഇല്ല. അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്തവർ കാണാമെങ്കിൽ ഷുവർ അതൊരു പ്രശ്നമാണ്. ഞാൻ ചേച്ചി ഒരു വീഡിയോ അയച്ച് കണ്ടിട്ടില്ലേ, പെണ്ണുങ്ങളെ മെയിൻലി റേപ്പ് ചെയ്യാൻ കാരണം അവരുടെ ഡ്രസ്സിംഗ് സെൻസ് ഉള്ളതുകൊണ്ടാണ്. ആൻഡ് സെക്കൻഡ് തിങ് ദേ ആർ ടെല്ലിംഗ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ട്രാവൽ ചെയ്യാൻ പാടില്ല. വി ഷുഡ് സിറ്റ് ഇൻ അവർ ഹൗസ്. വീട്ടിലെ കാര്യങ്ങൾ നോക്കി, ഇപ്പം കെട്ടിയതാണെങ്കിൽ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കി, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കി സ്ത്രീകൾ ജീവിക്കണം. അല്ല കെട്ടിയിട്ടില്ലാത്തതാണെങ്കിൽ അപ്പന്റെയും ആംഗ്ലമാരുടെയും കാര്യം നോക്കി വി ഷുഡ് സിറ്റ് ഇൻസൈഡ് ദ ഹൗസ്. പുറത്ത് പോകില്ല, സ്റ്റേറ്റ്സ് മാറി പോകരുത്.
എന്താ പറയുക ഔട്ട്സൈഡ് പോകരുത്. Who writes out these rules? ഇവിടെ അങ്ങനെ കളി കിട്ടുവാണെങ്കിൽ വീഡിയോ കൂടെ വെച്ച് കൊടുക്കും. അത് സത്യം ആ വീഡിയോ Girls, there are like so many rules. ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇവിടെ പോകാൻ പറ്റില്ല, അത് ഇടാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, എല്ലാം ചെയ്യാൻ പറ്റില്ല. So guys, there is no rules, right? എവിടെ ഒരു ചെറുക്കൻ ഒരു റൂൾ പറയാവോ? ഇല്ല. ഒരു റൂളും ഇല്ല. ഇപ്പൊ എന്തോ പറഞ്ഞ ആ പെണ്ണ് റേപ്പ് ആയത് എന്തോ അവിടെ കാണിച്ചു. let me share one experience.